ഇനി നമ്മൾ ഒരാളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഉദാഹരണത്തിന്, നീ എപ്പോഴും കുറച്ച് ക്യാഷ് കൈ കരുതണം. യു ഷുഡ് ഓൾവേസ് ക്യാരി സം മണി വിത്ത് യു. നിന്റെ പാസ്പോർട്ട് കൈ കരുതണം. യു ഷുഡ് ഓൾവേസ് ക്യാരി യുവർ പാസ്പോർട്ട് വിത്ത് യു. യു ഷുഡ് ഓൾവേസ് ക്യാരി യുവർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് യു. യു ഷുഡ് ഓൾവേസ് ക്യാരി യുവർ വാലറ്റ് വിത്ത് യു. യു ഷുഡ് ഓൾവേസ് ക്യാരി യുവർ ATM കാർഡ് വിത്ത് യു. ഇനി തിരിയുമ്പോൾ സിഗ്നൽ കാണിക്കണം. അപ്പോൾ തിരിയുമ്പോൾ എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല, സിഗ്നൽ വെൻ യു ടേൺ. തിരിയുമ്പോൾ സിഗ്നൽ കാണിക്ക്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽ കാണിക്ക്. വെർബായിട്ടും സിഗ്നൽ യൂസ് ചെയ്യും നമ്മൾ. സിഗ്നൽ വെൻ യു ടേൺ. ഡസ്റ്റ് ദ ബ്ലാക്ക് ബോർഡ് പൊടി തട്ട്. ഓക്കെ. സിഗ്നൽ വെൻ യു പാർക്ക്. ടേൺ റൈറ്റ്. അപ്പോൾ നമ്മൾ ഒരാളോട് റൈറ്റിലേക്ക് തിരിയെന്ന് പറയാം. ടേൺ റൈറ്റ്. ഇനി ക്യൂവിൽ എനിക്കൊരു സ്ഥലം പിടിക്കുക. സേവ് മി എ പ്ലേസ് ഇൻ ദി ക്യൂ. സേവ് ആണ്. സേവ് മി എ പ്ലേസ് ഇൻ ദി ക്യൂ. മൂവ് ടു ദ റിയർ. പിറകിലേക്ക് മാറി നിൽക്കുക. മൂവ് ടു ദ സൈഡിലേക്ക് മാറി നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പറയാനുള്ള ഇംഗ്ലീഷാണ്. ഇനി നമ്മുടെ ഉദ്ദേശങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് വേണം. ഉദാഹരണത്തിന്, ഞാൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ ഡോണ്ട് ഇൻറ്റൻഡ് റിസൈനിങ്. ഇനി അത് നമ്മൾ ബാക്കി സബ്ജക്ട്സുമായിട്ട് ചേർത്ത് പറയാം. യു ഡോണ്ട് ഇൻറ്റൻഡ് റിസൈനിങ്. വി ഡോണ്ട് ഇൻറ്റൻഡ് റിസൈനിങ്. ദേ ഡോണ്ട് ഇൻറ്റൻഡ് റിസൈനിങ്. ഫ്രണ്ട്സ് ഡോണ്ട് ഇൻറ്റൻഡ് റിസൈനിങ്. He doesn't intend resigning. She doesn't intend resigning. It doesn't intend resigning. Teacher doesn't intend resigning. Baiju doesn't intend resigning. I don't intend going. I don't intend marrying. ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അതേപോലെ തന്നെ, ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ വിളിക്കും. I'll ring you up as soon as I can. കഴിയുന്നത് നേരത്തെ ഞാൻ തന്നെ വിളിക്കും. I'll ring you up. അല്ലെങ്കിൽ I'll call as soon as I can. ഞാൻ അവരെ വിളിക്കണ്ടെന്ന് തീരുമാനിച്ചു. I have decided not to invite. I have decided. You have decided. We have decided. They have decided. Parents have decided. He has decided. She has decided. It has decided. Parent has decided. Baiju has decided. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നു എന്ന് പറയാനുള്ള ഇംഗ്ലീഷ്. ഇനി നമ്മൾ ഒരാളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിക്കാനും നമുക്ക് ഇംഗ്ലീഷ് വേണം. നീ ആ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? നമ്മളത് സബ്ജക്റ്റിനെ മാറ്റും. വാട്ട് ആം ഐ ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ആർ വി ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ആർ ഫ്രണ്ട്സ് ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ഷീ ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ഫ്രണ്ട് ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ബൈജു ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? നീ ഇന്ന് പുറത്ത് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ആർ യു തിങ്കിങ് ഓഫ് ഗോയിങ് ഔട്ട് ടുഡേ? നീ ഉത്തരവാദിത്തം നിരസിക്കുമോ? വിൽ യു ഡിനേ ദ പ്രപ്പോസൽ നീ നിരസിക്കുമോ? നീ ചെയ്യുമോ? വിൽ യു ഡു? നീ പോകുമോ? വിൽ യു ഗോ? ഇനി വിൽ യു എന്ന് പറയുന്നത്, വിൽ ഐ ഡിനേ ദ പ്രപ്പോസൽ? വിൽ വി ഡിനേ ദ പ്രപ്പോസൽ? വിൽ ദേ ഡിനേ ദ പ്രപ്പോസൽ? വിൽ ഫ്രണ്ട്സ് ഡിനേ ദ പ്രപ്പോസൽ? Will he deny the proposal? Will she deny the proposal? Will it deny the proposal? Will Baiju deny the proposal? Will friend deny the proposal? അപ്പോൾ നമ്മൾ ഒരാളോട് അവരുടെ ഉദ്ദേശത്തെ പറ്റി ചോദിക്കുമ്പോൾ പറയാനുള്ള ഇംഗ്ലീഷാണ്. നമ്മളൊരാൾ ഒരു കോൺവെർസേഷണൽ ടോപ്പിക്, ഒരു വിഷയം നമ്മൾ എടുത്തിടുകയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? നീ കേട്ടോ എന്ന് ചോദിക്കണം. ഹാവ് യു ഹേർഡ്? നീ കേട്ടോ? ഹാവ് യു സീൻ? നീ കണ്ടോ? ഹാവ് യു റിട്ടൺ? നീ എഴുതിയോ? ഹാവ് യു ഗോൺ? നീ പോയോ? ഹാവ് യു ഫോർഗോട്ടൻ? നീ മറന്നോ? ഹാവ് യു റിമെമ്പേർഡ്? നീ ഓർത്തോ? ഇനി ഹാവ് യു റിമെമ്പേർഡ്? ഹാവ് ദേ റിമെമ്പേർഡ്? ഹാവ് ഫ്രണ്ട്സ് റിമെമ്പേർഡ്? ഹാവ് ഐ റിമെമ്പേർഡ്? ഹാവ് യു റിമെമ്പേർഡ്? ഹാസ് ഹി റിമെമ്പേർഡ്? ഹാസ് ഷീ റിമെമ്പേർഡ്? ഹാസ് ഇറ്റ് റിമെമ്പേർഡ്? ഹാസ് ഫ്രണ്ട് റിമെമ്പേർഡ്? ഹാസ് ബൈജു റിമെമ്പേർഡ്? ഇനി എനിക്കൊരു സംഗതി ഉണ്ടായിട്ട് ഒരു ദിവസം, ലെറ്റ് മീ ടെൽ യു വാട്ട് ഹാപ്പൻ ടു മീ വൺ ഡേ. ലെറ്റ് മീ ടെൽ യു, ഞാൻ നിന്നോട് പറയട്ടെ. നിനക്കൊരു കാര്യം അറിയണോ? ഡു യു വാണ്ട് ടു നോ സംതിങ്? നിനക്കൊരു കാര്യം അറിയണോ? അപ്പോൾ നമ്മൾ ഒരാളോടൊരു വിഷയം എടുത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ്സ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആളുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ്സാണ്. ഇപ്പോൾ ദിലീപേ, ഞാൻ നിനക്ക് അറോറനെ പരിചയപ്പെടുത്തി തരാണ്. ദിലീപ്, ഐ ലൈക്ക് യു ടു മീറ്റ് മിസ്റ്റർ അറോറ. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, പരിചയപ്പെടുത്തുക എന്ന് അർത്ഥമുണ്ട്. ഐ ലൈക്ക് യു ടു മീറ്റ് മിസ്റ്റർ അറോറ. അല്ലെങ്കിൽ ദിലീപ് മീറ്റ് മിസ്റ്റർ അറോറ എന്ന് പറഞ്ഞാലും മതി പരിചയപ്പെടുത്താൻ.
ഇനി ആരാണ് അറോറ? ഹീസ് അവർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. അവൻ ഞങ്ങളുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഹീസ് അവർ റിലേറ്റീവ്, ഹീസ് അവർ ബോസ്. അപ്പോൾ ദിലീപും പിന്നെ അറോറയും തമ്മിൽ സംസാരിക്കുകയാണ്. ഹൗ ഡു യു ഡു? അപ്പോൾ മറുപടി എന്താണ്? ഹൗ ഡു യു ഡു. ഹൗ ഡു യു ഡു എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ മറുപടി ഹൗ ഡു യു ഡു ആണ്. ഫൈൻ പറയരുത്. അത് ഫോർമൽ സർക്കിളിൽ മാത്രമേ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ട്രംപും മോഡിയും കാണുമ്പോൾ ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു. അതിൻ്റെ മറുപടി അതാണ്. നമ്മളൊരു കോമൺ, നമ്മൾ ലേമൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അനൗപചാരികമായ കൂടിക്കാഴ്ചകളിലൊന്നും നമ്മൾ ഈ ഹൗ ഡു യു ഡു ഉപയോഗിക്കില്ല. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ പരിചയപ്പെടുത്താണ്. അരുൺ ഇത് ദിലീപാണ്, ദിലീപ് ഇത് അരുണാണ്. ദിലീപ്, ദിസ് ഈസ് അരുൺ. ഹീ ഈസ് ദ പേഴ്സൺ ഐ വാസ് ടെല്ലിങ് യു അബൌട്ട് ഏർലിയർ. ഇവനെ പറ്റിയാണ് ഞാൻ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നത്. ഹീ ഈസ് ദ പേഴ്സൺ ഐ വാസ് ടെല്ലിങ് യു അബൌട്ട് ഏർലിയർ. ഷീ ഈസ് ദ പേഴ്സൺ ഐ വാസ് ടെല്ലിങ് യു അബൌട്ട് ഏർലിയർ. ദേ ആർ ദ പേഴ്സൺസ് ഐ വാസ് ടെല്ലിങ് യു അബൌട്ട് ഏർലിയർ. ദീസ് ആർ ദ ഫ്രണ്ട്സ് ഐ വാസ് ടെല്ലിങ് യു അബൌട്ട് ഏർലിയർ. ഇവരെ കുറിച്ചാണ് ഞാൻ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെ പറയുമ്പോൾ ഹായ്, അപ്പോൾ നമ്മൾ ഹായ്, അത് ഇൻഫോർമലാണ്. വളരെ ഇൻഫോർമലായിട്ട് നമ്മൾ ഹായ് ഹായ് എന്ന് പറയണം. ഇനി അല്ലെങ്കിൽ ഹലോ 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 പറഞ്ഞാൽ പിന്നെ നമ്മൾ ഹലോ മറുപടി പറയണം. അത് ന്യൂട്രലാണ്, രണ്ടിൻ്റെ ഇടയിലാണ്. ഇനി വേറെ രീതിയിൽ, ദിലീപ്, ഡു യു നോ മിസ്റ്റർ അരുൺ? ഹീസ് മൈ കസിൻ. അങ്ങനെ നമുക്ക് ചോദിക്കാം, നിനക്ക് അരുണിനെ അറിയോ? ഡു യു നോ മിസ്റ്റർ അരുൺ? ഡു യു നോ അരുൺ? ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയോ? ഡു യു നോ അസ്? ഡു യു നോ ദം? ഡു യു നോ ടീച്ചേഴ്സ്? ഡു യു നോ ഹിം? ഡു യു നോ ഹെർ? ഡു യു നോ ഇറ്റ്? ഡു യു നോ ടീച്ചർ? ഡു യു നോ ബൈജു? അപ്പോൾ നോ, വി ഹാവിൻ മെറ്റ്. ഹലോ, ഇല്ല, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. വി ഹാവിൻ മെറ്റ്, ഐ ഹാവിൻ മെറ്റ്, ദേ ഹാവിൻ മെറ്റ്, ഹി ഹാസിൻ മെറ്റ്, ഷീ ഹാസിൻ മെറ്റ്, ഇറ്റ് ഹാസിൻ മെറ്റ്, ബൈജു ഹാസിൻ മെറ്റ്. ബൈജു പരിചയപ്പെട്ടില്ല. ഇനി നമ്മളൊരാൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെന്ത് പറയും? നൈസ് ടു മീറ്റ് യു ദിലീപ്, പരിചയപ്പെട്ടതിൽ സന്തോഷം. അല്ലെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു, പ്ലഷർ ടു മീറ്റ് യു. ദിലീപ്, മീറ്റ് അരുൺ, ഹി വർക്ക്സ് വിത്ത് മീ. അങ്ങനെയും പറയാം. ദിലീപെ അരുണിനെ പരിചയപ്പെടുക. ഹി വർക്ക്സ് വിത്ത് മീ, അവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഷീ വർക്ക്സ് വിത്ത് മീ, ദേ വർക്ക് വിത്ത് മീ. ഫ്രണ്ട്സ്, ദീസ് ബോയ്സ് വർക്ക് വിത്ത് മീ. ഓക്കെ, ദെൻ ഹലോ അരുൺ, ഹായ് ദേർ. ഹായ് ദേർ, ഹായ് ദേറിനൊരു അർത്ഥമൊന്നുമില്ല. ഇനി വേറൊരു സാഹചര്യം, ദിലീപ്, ഹാവ് യു മെറ്റ് അരുൺ? നീ അരുണിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അരുൺ ഈസ് മൈ ബിസിനസ് പാർട്ട്ണർ. അരുൺ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഹീ നോസ് യു, അവന് തന്നെ അറിയാം. ഹീ നോസ് യു, അവന് തന്നെ അറിയാം. അപ്പോൾ ആ ഡയലോഗ് നമ്മളിനി മാറ്റിയാണ്. ഐ നോ യു, എനിക്ക് തന്നെ അറിയാം. വി നോ യു, ദേ നോ യു, ഫ്രണ്ട്സ് നോ യു, ഹീ നോസ് യു, ഷീ നോസ് യു, ഇറ്റ് നോസ് യു, ഫ്രണ്ട് നോസ് യു, ബൈജു നോസ് യു. ഇനി ആ യു മാറ്റാണ്. ഹീ നോസ് മീ, ഹീ നോസ് അസ്, അവന് ഞങ്ങളറിയാം. ഹീ നോസ് ദം, ഹീ നോസ് ഫ്രണ്ട്സ്, ഹീ നോസ് ഹിം, ഹീ നോസ് ഹെർ, ഹീ നോസ് ഇറ്റ്, ഹീ നോസ് ഫ്രണ്ട്, ഹീ നോസ് ബൈജു. ഇനി അവന് തന്നെ അറിയാമായിരുന്നു. ഹീ നോ യു, ഹീ ന്യൂ യു, ഐ ന്യൂ യു, യു ന്യൂ യു, വി ന്യൂ യു, ദേ ന്യൂ യു, ഫ്രണ്ട്സ് ന്യൂ യു, ഹീ ന്യൂ യു, ഷീ ന്യൂ യു, ഇറ്റ് ന്യൂ യു, ഫ്രണ്ട് ന്യൂ യു, ബൈജു ന്യൂ യു. ന്യൂ മാറ്റിയിട്ട് പിന്നെ യു മാറ്റിയിട്ട് അവിടെ വേറെ സബ്ജക്ട്സ് കൊണ്ടുവരികയാണ്. ഹീ ന്യൂ യു, അവന് തന്നെ അറിയാമായിരുന്നു. ഹീ ന്യൂ മീ, അവൻ എന്നെ അറിയാമായിരുന്നു. ഹീ ന്യൂ ദം, ഹീ ന്യൂ അസ്, ഹീ ന്യൂ ഫ്രണ്ട്സ്, ഹീ ന്യൂ ഹിം, ഹീ ന്യൂ ഹെർ, ഹീ ന്യൂ ഇറ്റ്, ഹീ ന്യൂ ലീഡർ, ഹീ ന്യൂ ബൈജു. അപ്പോൾ പ്ലീസ് ടു മീറ്റ് യു, എനിക്ക് പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പോൾ നമ്മളതിന് മറുപടി പറയണം. പ്ലഷർ ഈസ് മൈൻ, എനിക്കും സന്തോഷമുണ്ട്. അല്ല, സന്തോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തരുത്. ഇനി അടുത്തത്, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടുത്താം. യോ, എന്താടോ എന്ന് ചോദിക്കുക. ഹൗഡി, എങ്ങനെയുണ്ടോ. വാട്സപ്പ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഹേയ്, ലോങ് ടൈം നോ സി, കുറേ കാലമായല്ലോ കണ്ടിട്ട്, കുറേ കാലമായിട്ട് കാണുന്നില്ലല്ലോ. അതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളാണ്. ഇനി നമ്മൾ ഒരാളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? നീ തിരക്കിലാണോ, ഒരു ചായ കുടിച്ചാലോ? ആർ യു ബിസി, ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ? ആർ യു ബിസി, നീ തിരക്കിലാണോ, ഒരു ചായ കുടിച്ചാലോ? ഹൗ അബൌട്ട് എ സ്നാക്ക്, ഹൗ അബൌട്ട് എ ജ്യൂസ്, ഹൗ അബൌട്ട് എ ചാറ്റ്? ആർ യു ബിസി, നീ തിരക്കിലാണോ? ആം ഐ ബിസി, ആർ യു ബിസി, ആർ വി ബിസി, ആർ ദേ ബിസി, ആർ ഫ്രണ്ട്സ് ബിസി, ഈസ് ഹി ബിസി, ഈസ് ഷീ ബിസി, ഈസ് ഇറ്റ് ബിസി, ഈസ് ഫ്രണ്ട് ബിസി, ഈസ് ബൈജു ബിസി. ഓക്കെ, നെക്സ്റ്റ്, ക്യാൻ യു സ്റ്റേ ഫോർ ലഞ്ച്? നീ ഊണ് കഴിക്കാൻ നിൽക്കുമോ?
ഡു യു ഫീൽ ലൈക്ക് ഗോയിങ് ഫോർ എ വാക്ക്? ഒന്ന് നടന്നു പോകാൻ വരുന്നതിനെ കുറിച്ച് തോന്നുന്നുണ്ടോ? നീ തിരക്കിലാണോ ബിസി ആണോ എന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷ്. ഇനി നമ്മൾ ക്ഷണം സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വേണം. മെനി താങ്ക്സ്, വളരെ നന്ദി. നമ്മളൊരാൾ ചായക്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയും മെനി താങ്ക്സ്. ഫൈൻ ഐ ലവ് ടു. ഫൈൻ ഐ ലവ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രേമിക്കുന്നു എന്നല്ല. ആയിക്കോട്ടെ. ഐ വിൽ ബി ഹാപ്പി ടു, എനിക്ക് സന്തോഷമുണ്ട്. വിത്ത് പ്ലഷർ, സൺഡേ, ഗുഡ് ഐഡിയ. നിങ്ങളൊരു പാർട്ടിക്ക് ക്ഷണിക്കുക. വിത്ത് പ്ലഷർ, വളരെ സന്തോഷം. സൺഡേ, നല്ല ഐഡിയ, കാരണം സൺഡേ എനിക്ക് ഒഴിവാണ്. വിത്ത് പ്ലഷർ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ശീലിക്കുക. ഇഫ് യു റിയലി ഇൻസിസ്റ്റ്, എനിക്ക് അത്ര നിർബന്ധമാണ്, എനിക്ക് തിരക്കുണ്ട്, ബട്ട് ഇഫ് യു റിയലി ഇൻസിസ്റ്റ്, എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ യെസ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ക്ഷണം സ്വീകരിക്കാൻ കാര്യമായിട്ടൊന്നും വേണ്ട. ഇനി ചിലപ്പോൾ നമുക്ക് ക്ഷണം നിരസിക്കേണ്ടി വരും. ഐ എം അഫ്രൈഡ് ഐ വോണ്ട് ബി ഏബിൾ ടു കം ദിസ് ടൈം. യു സി ഐ ഓൾറെഡി അറേഞ്ച് ടു ഡു സംതിങ് ഓൺ സൺഡേ, ഹൗ അബൌട്ട് അനദർ ഡേ. ഈ 3 ഡയലോഗിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാം. ഐ എം അഫ്രൈഡ് ഐ വോണ്ട് ബി ഏബിൾ ടു കം ദിസ് ടൈം. ഇപ്രാവശ്യം വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ലടാ. ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്നാണ്. ഐ വോണ്ട് ബി ഏബിൾ ടു കം ദിസ് ടൈം. ഐ വോണ്ട് ബി ഏബിൾ ടു കം ടുഡേ ഈവനിങ്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ടുഡേ. എനിക്ക് കഴിയും തോന്നുന്നില്ല. ഇനി ഐ ഓൾറെഡി അറേഞ്ച് ടു ഡു സംതിങ് ഓൺ സൺഡേ. എനിക്ക് ഞായറാഴ്ച എന്തോ പരിപാടി ഉണ്ട്. ഐ ഓൾറെഡി അറേഞ്ച് ടു ഡു സംതിങ് ഇൻ ദി ഈവനിങ്. ഐ ഓൾറെഡി അറേഞ്ച് ടു ഡു സംതിങ് ഇൻ ദി മോർണിംഗ്. ഹൗ അബൌട്ട് അനദർ ഡേ, വേറെ ദിവസം ആയാലോ? ഹൗ അബൌട്ട് സൺഡേ ആയാലോ? ഹൗ അബൌട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ ആയാലോ? അപ്പോൾ ആയാലോ എന്ന് ചോദിക്കാം, ഹൗ അബൌട്ട്. ഇനി ഐ എം ടെറിബിളി സോറി, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു കം. അങ്ങനെയും പറയാം. എടാ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു കം. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി വേറെ രീതിയിൽ പറയാം, വാട്ട് എ പിറ്റി, യു സി ഐ എം ലിവിങ് ബാംഗ്ലൂർ ടുഡേ ഈവനിങ്. എന്തൊരു കഷ്ടം നോക്ക്, ഞാൻ ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂർ പോവുകയാണ്. ഐ എം ലിവിങ് ബാംഗ്ലൂർ ഇൻ ദി ഈവനിങ്. അപ്പോൾ നമ്മളൊരു ക്ഷണം നിരസിക്കുമ്പോൾ പറയാനുള്ള ഇംഗ്ലീഷായി. ഇനി നമ്മളോട് ഒരാൾ നമ്മൾ യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഡയലോഗ്സ് ബൈ പറയാറുണ്ട്. ഐ മസ്റ്റ് ഹറി അതർവൈസ് ഐ എം ഗോയിങ് ടു ബി ലേറ്റ്. ഞാൻ കുറച്ച് തിരക്ക് കൂട്ടണം, അല്ലെങ്കിൽ എനിക്ക് നേരം വൈകും. ഐ മസ്റ്റ് ഹറി. വെൽ ബൈ ദെൻ ഇക്ബാൽ എന്ന് പറഞ്ഞ പോലെ, സി യു, കാണാം. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, വി ഹാവ് ടു ലീവ് നൗ. നേരം വൈകുന്നുണ്ട്, നമ്മളിപ്പോൾ തന്നെ പോകണം. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്, ഇരുട്ടാവുന്നുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലൗഡി, മേഘം ഇരുണ്ട് കൂടുന്നുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ്, നേരം വൈകുന്നുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. നേരം എന്ന് ചിന്തിച്ചിരിക്കും, അങ്ങനെയല്ല പറയേണ്ടത്. അപ്പോൾ നമ്മൾ യാത്ര പറയുമ്പോൾ പറയുന്ന ഡയലോഗ്സ്. ഇനി നമ്മളോട് ഒരാൾ യാത്ര പറയുമ്പോൾ അതിന് മറുപടി എങ്ങനെയാണ്? ഐ എം സോറി, യു ഹാവ് ടു ഗോ നൗ. എനിക്ക് വിഷമമുണ്ട്, പക്ഷേ നിനക്ക് പോയല്ലേ മതിയാവും. താങ്ക്സ് ഫോർ കമ്മിങ്, വന്നതിന് നന്ദി. ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്, പോകുമ്പോൾ പറയണം ശ്രദ്ധിക്കണം കേട്ടോ. ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ അസ്, ഞങ്ങളെ വന്ന് കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ മീ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ ദം. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ ദം, സീ അസ്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ ഹിം. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ ഹർ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ ഇറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ മദർ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു സീ ബൈജു. ബൈജുവിനെ കണ്ടതിൽ വളരെ സന്തോഷം. ഇപ്പോൾ നമ്മൾ യാത്ര പറയുന്ന ഘട്ടത്തിൽ നമ്മളോട് യാത്ര പറയുമ്പോൾ അതിന് മറുപടി പറയുന്ന. ഇനി യുക്തിപരമായ നിഗമനങ്ങളിലെത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡയലോഗ്സ്. നീ അവളെ പ്രസാദിൻ്റെ കൂടെ കണ്ടു, അപ്പോൾ ആനന്ദ് പറഞ്ഞത് ശരിയാണ്. യു സോ ഹർ വിത്ത് പ്രസാദ്, സോ ആനന്ദ് വാസ് റൈറ്റ്. യു സോ ഹർ വിത്ത് പ്രസാദ് എന്ന് പറഞ്ഞാൽ നീ അവളെ കണ്ടു ആനന്ദിൻ്റെ കൂടെ, പ്രസാദിൻ്റെ കൂടെ എന്നാണ്. അത് ചോദ്യമല്ല, ഉത്തരം. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഉത്തരം ചോദ്യമായിട്ട് നമ്മൾ പറയും. സോ ആനന്ദ് വാസ് റൈറ്റ്, അപ്പോൾ ആനന്ദ് പറഞ്ഞത് ശരിയായിരുന്നു. ഇനി ഡിഡ് ഹി സേ ദാറ്റ് മീൻസ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അവൻ അങ്ങനെ പറഞ്ഞോ? അതിൻ്റെ അർത്ഥം അവനൊന്നും അറിയില്ല അതിനെക്കുറിച്ച് എന്നാണ്. ഡിഡ് ഹി സേ ദാറ്റ്, അവൻ അങ്ങനെ പറഞ്ഞോ? ഡിഡ് ഐ സേ ദാറ്റ്, ഞാൻ അങ്ങനെ പറഞ്ഞോ? ഡിഡ് യു സേ ദാറ്റ്, നീ അങ്ങനെ പറഞ്ഞോ? ഡിഡ് വി സേ ദാറ്റ്, ഡിഡ് ദേ സേ ദാറ്റ്, ഡിഡ് ഫ്രണ്ട്സ് സേ ദാറ്റ്, ഡിഡ് ഹി സേ ദാറ്റ്, ഡിഡ് ഷീ സേ ദാറ്റ്, ഡിഡ് ഇറ്റ് സേ ദാറ്റ്, ഡിഡ് ഫ്രണ്ട്സ് സേ ദാറ്റ്, ഡിഡ് ബൈജു സേ ദാറ്റ്. ദാറ്റ് മീൻസ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ അർത്ഥം അവനൊന്നും അറിയില്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ദാറ്റ് മീൻസ് വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ദാറ്റ് മീൻസ് they don't know anything about it. That means friends don't know anything about it. That means she doesn't know anything about it. That means it doesn't know anything about it. That means friend doesn't know anything about it. That means Baiju doesn't know anything about it. ഇനി അതല്ല,
അവനൊന്നും അറിയാമായിരുന്നില്ല. That means he didn't know anything about it. That means you didn't know anything about it. That means I didn't know anything about it. That means we didn't know anything about it. That means they didn't know anything about it. That means he didn't know anything about it. That means she didn't know anything about it. That means it didn't know anything about it. That means teacher didn't know anything about it. That means Baiju didn't know anything about it. അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് പറയാനാണ് did he say that. ഇനി അവൻ അങ്ങനെ പറയുന്നുണ്ടോ? Does he say that? Does she say that? Do you say that? Do we say that? Do I say that? Do they say that? Do friends say that? Okay. ഇനി അവൻ അവിടെ ഇല്ലെങ്കിൽ അവൻ കുമാറിൻ്റെ കൂടെ ഉണ്ടാവും. If he is not there, then he must be with Kumar. If he is not there, then he must be with Kumar. അപ്പോൾ if I am not there, then I must be with Kumar. If you are not there, then you must be with Kumar. If we are not there, then we must be with Kumar. If they are not there, then they must be with Kumar. If friends are not there, friends with Kumars. If she is not there, then she must be with Kumar. If it is not there, then it must be with Kumar. If friend is not there, friend must be with Kumar. If Baiju is not there, then Baiju must be with Kumar. If Baiju is not there, then he must be in the office. If I am not there, then I must be in the masjid. If she is not there, then she must be in the kitchen. Next, that can't be Lada. She is in Madras. അത് അവൾ ലതയാവൂല, കാരണം അവൾ മദ്രാസിലാണ്. That can't be Baiju because he is in shooting site. That can't be Biju because he is in Madras. അപ്പോൾ നമ്മളൊരു യുക്തിപരമായ നിഗമനങ്ങളിലെത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലോഗ്സാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ ഇല്ലേ എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് വേണം. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ടു ദ പോലീസ്. ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ മൈ പാരൻസ്. എൻ്റെ പാരൻസിനെ നോക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു റൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്സ് ഡ്യൂട്ടി, ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി, ഇറ്റ് ഈസ് ഹെർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് ഇറ്റ്സ് ഡ്യൂട്ടി, ഇറ്റ് ഈസ് ബൈജൂസ് ഡ്യൂട്ടി, ഇറ്റ് ഈസ് ഫ്രണ്ട്സ് ഡ്യൂട്ടി. ദെൻ ഞാൻ 9 മണിക്ക് അവിടെ എത്തേണ്ടതാണ്. ഐ ഹാവ് ടു ബി അറ്റ് ദ ഓഫീസ് ബൈ 9. യു ഹാവ് ടു ബി അറ്റ് ദ ഓഫീസ് ബൈ 9. എത്തേണ്ടതാണ്, ഹാവ് ടു ബി. വി ഹാവ് ടു ബി അറ്റ് ദ ഓഫീസ് ബൈ 9. ദേ ഹാവ് ടു ബി അറ്റ് ദ ഓഫീസ് ബൈ 9. Staffs have to be at the office by 9. He has to be at the office by 9. She has to be at the office by 9. It has to be at the office by 9. Friend has to be at the office by 9. Baiju has to be at the office by 9. ഇനി ഞാൻ അവിടെ എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഐ ഹാഡ് ടു ബി അറ്റ് ദ ഓഫീസ് ബൈ 9. ഞാൻ അന്ന് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ 9 മണിക്ക് എത്തേണ്ടതായിരുന്നു. യു ഹാഡ് ടു ബി, വി ഹാഡ് ടു ബി, ദേ ഹാഡ് ടു ബി, ടീച്ചേഴ്സ് ഹാഡ് ടു ബി, ഹി ഹാഡ് ടു ബി, ഷീ ഹാഡ് ടു ബി, ഇറ്റ് ഹാഡ് ടു ബി, ടീച്ചർ ഹാഡ് ടു ബി, ബൈജു ഹാഡ് ടു ബി. ഐ ലവ് ടു ബി ബാക്ക് ഹിയർ ബിഫോർ സൺഡേ. ഞാൻ ഞായറാഴ്ച ആകുമ്പോഴേക്കും ഇവിടെ എത്തേണ്ടതാണ്. യു വിൽ ഹാവ് ടു ബി ബാക്ക് ഹിയർ ബിഫോർ സൺഡേ. വി വിൽ ഹാവ് ടു ബി ബാക്ക് ഹിയർ ബിഫോർ സൺഡേ. ദേ വിൽ ഹാവ് ടു ബി ബാക്ക് ഹിയർ ബിഫോർ സൺഡേ. Parents will have to be back here before Sunday. He will have to be back here before Sunday. She will have to be back here before Sunday. It will have to be back here before Sunday. Friend will have to be back here before Sunday. Baiju will have to be back here before Sunday. ഇനി എനിക്ക് ചെയ്യാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. I can't get out of doing it. I can't get out of doing it. You can't get out of doing it. We can't get out of doing it. They can't get out of doing it. Friends can't get out of doing it. He can't get out of doing it. She can't get out of doing it. It can't get out of doing it. Teacher can't get out of doing it. Baiju can't get out of doing it. അപ്പോൾ ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ടതല്ല, ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാനുള്ള ഇംഗ്ലീഷായി. ഇനി അടുത്തത് മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇല്ല എന്ന് പറയാൻ. യു ഹാവ് ടു ഗോ വിത്ത് ഹർ. നീ അവളെ കൂടെ പോകേണ്ടതാണ്. യു ഹാവ് ടു ഗോ വിത്ത് ഹിം. യു ഹാവ് ടു ഗോ വിത്ത് them. You have to go with it. You have to go with friends. ചെയ്യേണ്ടതാണ്. I have to go with her. We have to go with her. They have to go with her. Friends have to go with her. He has to go with her. She has to go with her. It has to go with her. Friend has to go with her. Baiju has to go with her. നീ ഇത് നാളെ ആകുമ്പോഴേക്കും നിർബന്ധമായിട്ട് പൂർത്തിയാക്കണം. You must finish it by tomorrow. You must finish it by today evening. You must finish the work today itself. You must go there. ഇനി
നോബഡി ക്യാൻ ഫോഴ്സ് യു ടു ഡു ഇറ്റ്. നിന്നെ അത് ആർക്കും നിർബന്ധിച്ച് എന്നോട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നോബഡി ക്യാൻ ഫോഴ്സ് യു ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് മീ ടു ഡു ഇറ്റ്. എന്നെ കൊണ്ട് അത് ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. നോബഡി ക്യാൻ ഫോഴ്സ് അസ് ടു ഡു ഇറ്റ്. ഞങ്ങളെ കൊണ്ട് അത് ആർക്കും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നോബഡി ക്യാൻ ഫോഴ്സ് ദം ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് ടീച്ചേഴ്സ് ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് ഹിം ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് ഹർ ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് ഇറ്റ് ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് രഞ്ജിത്ത് ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഫോഴ്സ് ടീച്ചർ ടു ഡു ഇറ്റ്. യു നീഡ് ഇൻ ഡു ഇറ്റ്. നീ അത് ചെയ്യേണ്ടതില്ല. യു നീഡ് ഇൻ സേ, നീ പറയേണ്ടതില്ല. യു നീഡ് ഇൻ ഗോ, നീ പോകേണ്ടതില്ല. യു നീഡ് ഇൻ വറി, നീ വിഷമിക്കേണ്ടതില്ല. ഐ നീഡ് ഇൻ ഡു ഇറ്റ്. യു നീഡ് ഇൻ ഡു ഇറ്റ്. വി നീഡ് ഇൻ ഡു ഇറ്റ്. ദേ നീഡ് ഇൻ ഡു ഇറ്റ്. ബോയ്സ് നീഡ് ഇൻ ഡു ഇറ്റ്. ഹി നീഡ് ഇൻ ഡു ഇറ്റ്. ഷീ നീഡ് ഇൻ ഡു ഇറ്റ്. ഇറ്റ് നീഡ് ഇൻ ഡു ഇറ്റ്. ബോയ് നീഡ് ഇൻ ഡു ഇറ്റ്. നസ്രു നീഡ് ഇൻ ഡു ഇറ്റ്. ഇനി നീ വിഷമിക്കേണ്ടതില്ല. യു ഡോണ്ട് നീഡ് ടു വറി. യു ഡോണ്ട് നീഡ് ടു ഹറി, നീ തിരക്ക് കൂട്ടേണ്ടതില്ല. യു ഡോണ്ട് നീഡ് ടു ബൈ, നീ വാങ്ങേണ്ടതില്ല. യു ഡോണ്ട് നീഡ് ടു സെൽ, നീ വിൽക്കേണ്ടതില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലേ എന്ന് പറയാനുള്ള ഇംഗ്ലീഷാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ വേറൊരാളോട് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് വേണം. ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? ഡു ഹാവ് ടു ബ്രിങ് എനിത്തിങ് വിത്ത് മീ? ഡു വി ഹാവ് ടു ബ്രിങ് എനിത്തിങ് വിത്ത് അസ്? ഓക്കെ, ഞങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരേണ്ടതുണ്ടോ? ഈസ് ഇറ്റ് നെസസറി ടു ടെൽ ദം അവർ അഡ്രസ്? ഞങ്ങളുടെ അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് അവരോട് പറയേണ്ടത് അത്യാവശ്യമുണ്ടോ? ഈസ് ഇറ്റ് നെസസറി? ഈസ് ഇറ്റ് നെസസറി ടു റൈറ്റ്? എഴുതേണ്ട അത്യാവശ്യമുണ്ടോ? ഈസ് ഇറ്റ് നെസസറി ടു വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ടോ? ദെൻ മസ്റ്റ് ഐ ഗിവ് എ ഡെഫിനിറ്റ് റിപ്ലൈ? ഞാനൊരു കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമുണ്ടോ, നിർബന്ധമാണോ? അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ എന്ന് നമ്മൾ അങ്ങോട്ട് പറയാനുള്ള ഇംഗ്ലീഷാണ്. ഇനി മറ്റുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിക്കാം. ഹാസ് ഹി ഗോ ടു സൈൻ ദെയർ? അവൻ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാസ് ഹി ഗോ ടു സൈൻ ദെയർ? ഹാസ് ഇറ്റ് ഗോ ടു സൈൻ ദെയർ? ഹാസ് ബൈജു ഗോ ടു സൈൻ ദെയർ? ഹാസ് ഫ്രണ്ട് ഗോ ടു സൈൻ ദെയർ? ഹാവ് ഐ ഗോ ടു സൈൻ ദെയർ? ഹാവ് യു ഗോ ടു സൈൻ ദെയർ? ഹാവ് ദേ ഗോ ടു സൈൻ ദെയർ? ഹാവ് ഫ്രണ്ട്സ് ഗോ ടു സൈൻ ദെയർ? ദെൻ നീ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യണം. മസ്റ്റ് യു വർക്ക് സോ ഹാർഡ്? Must they work so hard? Must we work so hard? Must they work so hard? Must parents work so hard? Must he work so hard? Must she work so hard? Must it work so hard? Must Baiju work so hard? Must teacher work so hard? Do I have to buy it from there? നീ അത് അവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടതുണ്ടോ? നീ ഇത് അവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടതുണ്ടോ? അപ്പോൾ ചെയ്യേണ്ടതുണ്ടോ, മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷ്. ഇനി നമ്മൾ ഒരാൾക്ക് ഭക്ഷണമോ വെള്ളമോ ഒക്കെ ഓഫർ ചെയ്യണം. അത്തരം ഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് വേണം. വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക്? നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം? വുഡ് യു ലൈക്ക് എ സ്നാക്സ്? വുഡ് യു ലൈക്ക് എ ബിരിയാണി? വിൽ യു ഹാവ് അനദർ കപ്പ് ഓഫ് പുഡിങ്? നിനക്ക് ഒരു കപ്പ് പുഡിങ് കൂടി വേണം? വുഡ് യു ലൈക്ക് വിൽ യു ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി ഓർ ടീ? നിനക്ക് കോഫിയോ ടീ എന്തെങ്കിലും വേണം? സോ നമ്മളൊരാളോട് ഭക്ഷണമോ വെള്ളമൊക്കെ ചോദിക്കുമ്പോൾ പറയാനുള്ള ഇംഗ്ലീഷ്.